ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു തണ്ട കിച്ചൺ റെസിപ്പീസ്. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു സൈഡ് ഡിഷാണ്. വളരെ എളുപ്പത്തിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സാമ്പാറും മീൻകറിയൊക്കെ കൂട്ടി മടുക്കുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഒന്നോ രണ്ടോ ചേരുവ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് വ്യത്യസ്ത രുചിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെ ഒരു മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ തന്നെ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. ചട്ടി അരികെ കരിയാതിരിക്കാൻ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 2.5 ടേബിൾ സ്പൂൺ ആണ് കേട്ടോ മുളക് പൊടി ചേർത്തത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഈ എണ്ണയിലൊന്ന് നന്നായിട്ട് ചൂടാക്കിയെടുക്കാം. സ്റ്റവ് എപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തൊന്ന് ചൂടാക്കിയെടുക്കാം. ചൂട് കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ സ്റ്റവ് ഓഫ് ചെയ്തിട്ട് നമുക്ക് കുക്ക് ചെയ്യാം കേട്ടോ. മൺചട്ടി ആയതുകൊണ്ട് നല്ല ചൂട് നിൽക്കും. ഇപ്പോൾ ലോ ഫ്ലെയിമിൽ 2 മിനിറ്റ് ആയിട്ടുണ്ട് നമ്മൾ മസാലപ്പൊടികൾ ചൂടാക്കാൻ തുടങ്ങിയിട്ട്. ഇതിലേക്ക് ഇനി കുറച്ച് കറിവേപ്പിലയും 2 കഷ്ണം ഇഞ്ചി 1 ഇഞ്ച് നീളത്തിലുള്ളത് ചതച്ചത് ചേർക്കാം. 6-7 വെളുത്തുള്ളി അല്ലി ചതച്ചതും പിന്നെ 2 വലിയ പച്ചമുളക് ഒന്ന് ചരിച്ച് കട്ട് ചെയ്തതുമാണ് ഇതിലേക്ക് ഇപ്പോൾ ചേർത്തത്. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ചൂടാക്കുക. പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിക്കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായി കട്ട് ചെയ്തത് ചേർക്കുക. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് മീഡിയം വലിപ്പത്തിലുള്ള ഒരു പച്ചക്കായ ഞാൻ എടുത്തിട്ടുണ്ട്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ചേർക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. മസാലപ്പൊടിയും ഈ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. 1 മിനിറ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അരപ്പൊക്കെ ഒന്ന് അഴിപ്പിച്ചെടുക്കാം. ഈ ചേർത്ത വെള്ളത്തിൽ ഈ അരപ്പെല്ലാം അഴുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. അരപ്പ് നന്നായി വെള്ളത്തിൽ അലിയിച്ചതിന് ശേഷം ഇതിലേക്ക് ഗ്രേവിക്കുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1.5 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം കൂടി 2.5 കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട്. വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കാം കേട്ടോ. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം മൂടി വെച്ച് ഒരു 5 മിനിറ്റ് തിളപ്പിക്കാം. ഈ സമയത്ത് ഞാനിവിടെ 2 വഴുതനങ്ങ എടുത്തിട്ടുണ്ട്. ഇത് സാമ്പാറിൻ്റെ കഷ്ണത്തിൽ ഉണ്ടായതാണ് കേട്ടോ. അതും കൂടി ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളാക്കി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചക്കായൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് കഷ്ണങ്ങളാക്കിയ വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. സാമ്പാർ കഷ്ണങ്ങളിൽ ഉണ്ടായ പച്ചക്കായയും വഴുതനങ്ങയുമാണ് കേട്ടോ ഇത്. വഴുതനങ്ങ ചേർക്കണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്ക് വേണമെങ്കിൽ പച്ചക്കായ മാത്രം കൊണ്ട് ഉണ്ടാക്കാം. ഇതിലേക്ക് കുറച്ച് കോവക്കയും ചേർക്കാം വേണമെങ്കിൽ കേട്ടോ. നമുക്ക് വഴുതനങ്ങയ്ക്ക് പകരം കോവക്ക ചേർക്കാം. ഇതിലേക്ക് ഇനി പുളിക്ക് ആവശ്യമുള്ള വാളംപുളി വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനൊരു നെല്ലിക്ക വലുപ്പത്തിലുള്ള വാളംപുളി 1/2 കപ്പ് വെള്ളത്തിൽ അഴിപ്പിച്ചാണ് ഇപ്പോൾ ഇതിലേക്ക് ചേർത്തത്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് നമുക്ക് ഈ അരപ്പൊക്കെ ഒന്ന് കുറുകുന്നത് വരെ വേവിക്കാം. ഈ സമയത്ത് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ പച്ചക്കായും വഴുതനങ്ങയും വേവിക്കാൻ വെച്ചിട്ട് ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞിട്ടുണ്ട്. വഴുതനങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പുളി ചേർത്തതിന് ശേഷം നമ്മൾ ഉപ്പ് നോക്കിയിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമുക്ക് പോരാത്തത് ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പിൻ്റെ പോരായ്മയുണ്ട്. അത് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ കുറച്ച് വെള്ളം ചേർത്ത് അരച്ചതാണ്. ഇതിലേക്ക് വേറെ മസാല ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. വെറുതെ തേങ്ങ മാത്രം അരച്ചെടുത്താണ്. അത് ഇതിലേക്ക് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തേങ്ങാരപ്പ് ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. തേങ്ങ ചേർക്കാതെയും നമുക്ക് ഇതെടുക്കാം. തേങ്ങാരപ്പ് ചേർക്കണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ചുകൂടി നല്ലതുപോലെ വറ്റിച്ചെടുത്തതിന് ശേഷം കടുക് വറുത്തിട്ടാൽ മതിയാകും. തേങ്ങാരപ്പ് ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇതുപോലെ മീതയിൽ പാട വരുന്ന സമയം വരെ കുക്ക് ചെയ്യണം. ഇനി നമുക്ക് ഇതിലേക്ക് കടുക് വറുത്തിടാം. അതിനുവേണ്ടി 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി അതിലേക്ക് 1/4 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ചേർത്ത് പൊട്ടിക്കുക. ഇതിലേക്ക് ചെറുള്ളി വട്ടത്തിൽ അരിഞ്ഞത് ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കാം.
ചെറുള്ളിയുടെ നിറമൊക്കെ മാറി തുടങ്ങുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും ഒന്ന് പാകത്തിന് മൂപ്പിച്ചെടുക്കാം. വറ്റൽമുളകും കറിവേപ്പിലയും പാകത്തിന് വരിഞ്ഞു കഴിയുമ്പോൾ നമുക്കിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വറവ് ചേർത്തതിന് ശേഷം ഒന്ന് പതിയെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എത്ര പെട്ടെന്നാണ് നമ്മൾ ഈ കറി റെഡിയാക്കിയത്. സാമ്പാറിന് വാങ്ങിക്കുന്ന കഷ്ണങ്ങളൊക്കെ ബാക്കി വന്നിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. സാമ്പാർ കഴിച്ച് മടുക്കുമ്പോൾ നമുക്കൊരു വ്യത്യസ്ത രുചിയിൽ ഇതുപോലെയൊക്കെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ചോറിന് നല്ലൊരു കറിയുമാവും. നല്ല കുറുകിയ ചാറോട് കൂടിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ച് സെറ്റായതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇതുപോലെ ഒരു കറി ഉണ്ടെങ്കിൽ എത്ര വേണേലും നമുക്ക് ചോറ് കഴിക്കാം. വളരെ കുറച്ച് ചേരുവേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ. പച്ചക്കായ മാത്രമായിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ വഴുതനങ്ങയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ 2-3 കോവക്ക ചേർത്താലും മതി. അതൊന്നുമില്ലെങ്കിലും നമുക്കിതുപോലെ ചെയ്യാം കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ എന്തെങ്കിലും വേണമെന്ന് നിർബന്ധമുള്ളവർക്കൊരു മുട്ട പൊരിച്ചതോ പപ്പടമോ അല്ലെങ്കിൽ പാവക്ക കൊണ്ടാട്ടമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഒന്ന് തൊടാനും കൂടി ആകും. നല്ല കുറുകിയ ചാറോടുകൂടിയ കറി അപാര ടേസ്റ്റാണ് കേട്ടോ. ചോറിനിൽ നല്ലതുപോലെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ പിടിക്കും. അത്രയ്ക്കും നല്ല കട്ടിയുള്ള ഗ്രേവിയൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണം കേട്ടോ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി കാണാം. താങ്ക്